സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവോള നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവോളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇനി നമ്മുടെ എരിവിനനുസരിച്ച് ഒരു 3-4 പച്ചമുളക് മുറിച്ചത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. ഈ സവോളയ്ക്ക് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുന്ന വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ സവോള വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 20-22 കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുക്കണത് കാശ്മീരി മുളകാണ് കേട്ടോ. ഒരു 5-6 കാശ്മീരി മുളക് എടുക്കുക. ഇതിൻ്റെ തണ്ടൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 കാശ്മീരി മുളകാണ് ഇതിലേക്ക് ചേർക്കണത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി മുറിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, തക്കാളി ചേർക്കണ്ടല്ലോ. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ കാഷ്നറ്റും അതുപോലെ കാശ്മീരി മുളകിൻ്റെയും തക്കാളിയുടെയും പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വറ്റൽ മുളകുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി മുളക് ചേർക്കുമ്പോൾ കുറച്ച് കളർ കിട്ടുമെന്ന് മാത്രം. സവാള ഒന്നും കൂടി ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ സവോള നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ കേട്ടോ. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അതായത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് കേട്ടോ 1 കിലോ എന്ന് പറയണത്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കുക. ഒരു 5-6 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഞാനിതിലേക്ക് 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു 3/4 ഭാഗത്തോളം തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ. ഞാൻ 1.5 ടീസ്പൂൺ അളവിലാണ് ഇത് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരുവിധം കുക്കായിട്ട് വന്നിട്ടുണ്ട്, എന്നാലും കറക്റ്റായിട്ട് കുക്കായിട്ട് വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതി, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ഗ്രേവിയോട് കൂടിയാണ് എടുക്കണത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ ഞാനിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ചിക്കൻ കറിയുടെ റെസിപ്പീസൊക്കെ ചെയ്യണ സമയത്ത് എനിക്ക് സ്ഥിരം വരുന്ന കമൻറ്റാണ് എത്ര സമയം എടുക്കും ചിക്കൻ വെന്ത് വരാൻ എന്നുള്ളത്. അപ്പം ചിക്കൻ്റെ വേവ് എന്ന് പറയണത് നമ്മൾ എടുക്കണ ചിക്കനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. തീരെ മൂക്കാത്ത, അതായത് നല്ല ടെൻഡറായിട്ടുള്ള ചിക്കനാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ മതി, കറക്റ്റായിട്ട് വെന്ത് വരും. പക്ഷേ നല്ല മൂത്ത ചിക്കനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ അത് കുക്കായിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ എടുക്കണ ചിക്കൻ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഈ ചിക്കനൊക്കെ എനിക്കൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ കറി എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ നല്ലൊരു ഫ്ലേവറോട് കൂടിയ നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ.